എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കോംബോ വെച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പെന്ന് നമുക്ക് പറയാം. കോംബോ ഹെയർ ക്ലിപ്പ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഫെൽറ്റ് ഷീറ്റാണ്. നമ്മൾ വാക്സ് സ്ട്രിപ്പ് എടുത്താലും മതിയാവും. ഇപ്പോൾ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ആണെങ്കിൽ അതായാലും മതിയാവും. ഏതാണ് നമ്മുടെ കയ്യിലുള്ളത് അതങ്ങ് ചൂസ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പ് വരയ്ക്കുക. ഞാനിത് ഒരു പകുതി ഒരു സർക്കിൾ ഒരു പകുതി ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് സർക്കിളിൻ്റെ ഷേപ്പോ വേറെ എന്തെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും വരച്ചിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ കോം ഹെയറിലെ അതിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇതായിരിക്കണം. അപ്പോൾ അത് നമ്മളെടുത്തിരിക്കുന്ന അതിൻ്റെ ലെങ്തും അതെല്ലാം അതിന് സ്യൂട്ടബിൾ ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അവസാനം ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട്, കാരണം കോമ്പ് നമുക്കൊരു നീളമുള്ള കോമ്പ് പോലെ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ആവശ്യത്തിന് അത് കട്ട് ചെയ്തായിരിക്കും എടുക്കുന്നത്. ഞാനിനി അതിലേക്ക് ക്ലിപ്പ് സ്റ്റോണും ഒരു പാരറ്റ് ഗ്രീൻ അല്ല, ഒരു ലൈറ്റ് ഗ്രീൻ, ആ ഒരു ഗ്രീനും കൂടെ ബീഡ്സ് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് ശരിക്കും മുന്നേ ചെയ്ത ഒരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. ഇതിൻ്റെ ഒരു മാലയുണ്ടായിരുന്നു, ഒരു ഇയറിംഗ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ബ്രേസ്ലെറ്റ്. ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം കാണുന്നവർക്കത് അറിയാം, അത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു പാർട്ടാണ് കേട്ടോ ഇത്. ഇത് മിക്സ് ചെയ്ത് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട്, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്കിങ്ങനെ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാനാണ് ഞാനിങ്ങനെ ഒരു ഷേപ്പ് വരച്ചിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹാഫ് സർക്കിളിൻ്റെ ഷേപ്പ് കൊടുത്തിട്ട് ചെയ്തത്. നമുക്ക് വരച്ചും നല്ല നീറ്റായിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഊഹം വെച്ച് കൊടുത്തേ ഉള്ളൂ. അവസാനം അതൊന്ന് ലൈനൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും, അതുകൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനി ഇതിനെല്ലാം എന്ത് ചെയ്യുക, നല്ല നീറ്റായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് തന്നെ ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് അതിരിക്കുകയുള്ളൂ. അടുത്ത ലെയർ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ലെയർ കംപ്ലീറ്റ് ബീഡ്സ് ആണ് കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ലെയറിൽ രണ്ടും കൂടെ ക്ലിപ്പ് സ്റ്റോണും ബീഡ്സും മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആ ഗ്രീൻ, ഒരു പാരറ്റ് ഗ്രീനാണ്. ആ പാരറ്റ് ഗ്രീൻ അല്ല, കുറച്ചുകൂടെ ലൈറ്റ് കളറാണ് കേട്ടോ. ആ ബീഡ്സ് കംപ്ലീറ്റ് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. മിക്സ് ചെയ്താൽ ആ ഒരു ലെയർ കംപ്ലീറ്റ് കൊടുക്കുക. ഇനി ഈ ലെയറിൻ്റെ എണ്ണം നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ കേട്ടോ. കുറച്ചുകൂടെ ലെയർ ഇനി അവിടെ അത് വേണമെങ്കിൽ 2 ലെയർ കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ സ്റ്റോൺ ചെയിൻ കൊടുക്കാം. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ അടുത്ത ലെയർ ഒരു ലെയർ കംപ്ലീറ്റ് അങ്ങ് ബീഡ്സ് കൊടുത്തു. ഇനി അടുത്ത ആ ഫ്ലവർ, അക്രാലിക് ഫ്ലവർ ഞാൻ ഒരു ലെയർ കൊടുക്കുകയാണ്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫ്ലവർ നമുക്ക് ഒത്തിരി വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ പല പല കളർ അവൈലബിൾ ആണ്. എനിക്ക് ഒത്തിരി കളർ എൻ്റെ കയ്യിൽ കിട്ടാറില്ല, പക്ഷേ കിട്ടുന്ന കളറിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് മാറ്റി അത് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അവിടെ കണ്ടല്ലോ, ഞാൻ ആ വീതിക്ക് അത്രയും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ആ ഫ്ലവർ അവിടെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവറൊക്കെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ടോ? അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഓരോന്നായിട്ട് എടുത്ത് ഫിക്സ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളകി വരില്ല, നന്നായിട്ട് ഫിക്സായി ഇരുന്നോളും. പ്രത്യേകിച്ച് നമ്മൾ കസ്റ്റമൈസേഷനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഉണ്ടല്ലോ. ഇനി ഇതിൻ്റെ ആ ഫ്ലവറിൻ്റെ അകത്തേക്ക് ഞാൻ ചെറിയ സ്റ്റോൺസ് ഒഴിക്കുന്നു. അവിടെ വേണമെങ്കിൽ ഗോൾഡൻ ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാം, വൈറ്റ് ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഗോൾഡൻ ബീഡ്സ് ആണ് കൊടുക്കുന്നത്. ആ ബീഡ്സ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇതിൻ്റെ പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പല കളറിൽ ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ മെറ്റീരിയൽസ് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം അതിന് സ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഞാൻ കസ്റ്റമൈസേഷനാണ് കൂടുതൽ ചെയ്യുന്നത്, അതുകൊണ്ട്. ഇനി അടുത്ത് ഇത് കട്ട് ചെയ്തെടുക്കുക. ഈ ലെയർ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് പുറത്തേക്ക് കാണുന്നതെല്ലാം നല്ല കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മുടെ ലൈറ്റർ ഉപയോഗിച്ച് ഉരുക്കുക. ലൈറ്ററിന് പകരം നമ്മുടെ മെഴുകുതിരി ആണെങ്കിലും മതിയാവും, നന്നായിട്ട് ഉരുക്കിയെടുത്താൽ മാത്രം മതിയാവും. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യുക. നമുക്ക് മാക്സിമം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്രയും കട്ട് ചെയ്യുക. ബാലൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് ഉരുക്കുമ്പോൾ അതങ്ങ് ഇതായിക്കോളും. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് ഡ്രൈ ആയില്ലെങ്കിൽ ആ ഗമ്മിൻ്റെ ഒരു ഉണ്ടാവും, നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനിതിപ്പോൾ സൂം ചെയ്ത് കാണിക്കുകയാണ്. അത് ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന്
ബാക്കിലൊന്ന് വേണം കാണിക്കുക. നമ്മൾ ഫ്രണ്ടിലൊന്നും ഇത് ചെയ്യൽ, കാരണം എനിക്ക് ബീഡ്സ് അത് ഉരുകി പോവും. ബാക്കിലൊന്ന് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ മാക്സിമം പുറത്തേക്കുള്ളത് അങ്ങ് ഇത് ചെയ്യും. ഇനി ആ സൈഡിലൊക്കെ ഉള്ളത് നല്ല നീറ്റായിട്ട് നമുക്കത് നല്ല ഇതായിട്ട് കിട്ടും. ലൈറ്റർ ഉണ്ടെങ്കിൽ ലൈറ്റർ, അല്ലെങ്കിൽ മെഴുകുതിരി മതിയാവും. കണ്ടോ, ആ പുറത്തേക്ക് കാണുന്ന വൈറ്റ് എല്ലാം അങ്ങ് അകത്തേക്കാവും. കാരണം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടായി കിട്ടും. ഉണ്ടോ, ഇപ്പോൾ അത് ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഹെയറിലേക്ക് കോമ്പിലേക്ക് നമുക്കിത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ അതിൻ്റെ ലെങ്തിന് കറക്റ്റായിട്ടുള്ളതാണ് കട്ട് ചെയ്തെടുത്തത്. ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. കാരണം ഇതൊരു നല്ല നമ്മൾ കോമ്പില്ലേ നോർമൽ, അതുപോലെ നീളത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം അത് നമുക്ക് അതിലേക്ക് ഫിക്സ് ചെയ്യുക. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും വളരെ ഭംഗിയായിട്ട് ഇതൊക്കെ ശരിക്കും നമ്മളൊന്ന് ഹെയറിൽ വെക്കുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ ഇതൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഇതൊന്നും അല്ലല്ലോ, എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു പാരറ്റ് ഗ്രീനാണ്. ഫുൾ പാരറ്റ് ഗ്രീൻ ആണെല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു കളറുണ്ട് കേട്ടോ. ആ ഒരു ലൈറ്റിൻ്റെ ഇതിൽ കാണാൻ പറ്റുന്നില്ല. വളരെ നീറ്റായിട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.